രണ്ടാമതായി പുറത്തായിരിക്കുന്നത് നമ്മുടെ അപ്സരയുടെ ടീമാണ്. അതായത് അടിപൊളിയായിട്ട് ഒരു പ്ലാനിങ് ഒക്കെ ചെയ്തു കേട്ടോ. പക്ഷേ പ്ലാനിങ് മൊത്തം അൺഫെയർ ആയിട്ടുള്ള പ്ലാനിങ്ങുകളായിരുന്നു. ആദ്യം അവർ റൂമിൽ തന്നെ ഒളിപ്പിക്കാമെന്ന് വെച്ചു. ബാഗുകളൊക്കെ വെച്ച് ഡോർ ബട്ടൺ തുറക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തു. പക്ഷേ അത് ശരിയല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇറക്കി നമ്മളെ സ്മോക്കിംഗ് ഏരിയ കൊണ്ടുവച്ചു. അപ്പം നമ്മുടെ രതീഷൊക്കെ പറയുന്നത് ശരിയല്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സിജോ ഒക്കെ പറഞ്ഞ് ഇതൊരു സ്മോക്കിംഗ് ഏരിയ അല്ലേ, റൂമല്ലല്ലോ, അപ്പോൾ ഇവിടെ വെക്കാം, ബിഗ് ബോസ് പറഞ്ഞിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മുടിയനും സായി അപ്പം നമ്മുടെ നന്ദന എല്ലാവരും ഓടി വന്ന് അറ്റാക്ക് ചെയ്തു കേട്ടോ. എന്തായാലും ആ ഒരു പാവയെ അവർ കൊന്നു. മുടിയനും നമ്മുടെ സായി മാത്രമേ ഉള്ളൂ സ്ട്രോങ് ആയിട്ടുള്ളത്. ഈ ഗബ്രി അതുപോലെ തന്നെ നമ്മുടെ അർജുൻ മറ്റേ സിജോ ഇത്രയും പേരെയും കൂടെ ഇവർ തോൽപ്പിച്ച് മാറ്റി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ് കേട്ടോ. ഇത്രയും പേര് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവരെ പെട്ടെന്ന് തന്നെ പുറത്തേക്കാക്കി. ഇനിയിപ്പം പവർ ടീമും അതുപോലെ തന്നെ നമ്മുടെ നോറയുടെ ഒക്കെ ടീമുണ്ടല്ലോ, ആ ഒരു ടീം മാത്രമേ ഉള്ളൂ കേട്ടോ. അവർ രണ്ടിൽ ആര് എന്ന് നോക്കാം. ഇനി കാര്യം ഒരുപാട് പരിക്കുകളൊക്കെ പറ്റാൻ ചാൻസ് ഉള്ളൊരു ഗെയിമാണ് ഉന്തിലും തള്ളിലും. നമ്മുടെ മുടിയന് ചെറിയ രീതിയിൽ പരിക്കൊക്കെ പറ്റി. അവിടെ എന്തൊക്കെ ഈ എല്ലാം വെച്ച് എല്ലാം സെറ്റല്ലേ, ആ സെറ്റിൻ്റെ എന്തൊക്കെ പൊളിഞ്ഞ് വീണു, കയ്യിലൊക്കെ മുറിഞ്ഞു. അങ്ങനെ ഇനിയിപ്പം ഇഞ്ചക്ഷൻ എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ മരുന്നൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പം നമ്മുടെ ഗബ്രിയുടെ ടീമിൽ ആ ഒരു പാവയെ കൊലപ്പെടുത്തിയല്ലോ, അപ്പം ആ പാവയും കൊണ്ട് നടന്ന് കരയുകയാണ് കേട്ടോ നമ്മുടെ അപ്സരയും മുടിയനും സിജോയും ഗബ്രിയൊക്കെ. ഒരു ഫണ്ണൊക്കെ അവർ നോക്കുന്നുണ്ട്. ഇനി അടുത്തത് ആര് എന്നതാണ് ചോദ്യം. നമുക്ക് നോക്കാം ഇനി ആരാണ് ഔട്ടാകാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.